ഹലോ ചങ്ങായിമാരെ, ഇവർ കണ്ട ഈ സാമ്പാറിലും ചട്നിയിലൊക്കെ മുക്കിയിട്ട് ഒരു സാധനം തിന്നണ്, കുൽഫി ഐസ്ക്രീം പോലത്തെ സാധനം. കുറേ നേരമായി ഇവർ തിന്നണം. ഇത് എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് ഈ ടീമിൻ്റെ ക്യാപ്റ്റനായ മൊയ്തീനോട് തന്നെ ചോദിച്ചു നോക്കാം. മൊയ്തീനെ, എന്താണ് നിങ്ങൾ ഈ തിന്നണത്? അപ്പോൾ കേട്ടല്ലോ, കുൽഫി ഇഡ്ഡലി പുതിയ ട്രെൻഡ് സാധനമാണ്. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ട ഈ കുൽഫി ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഈ സാധനം വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇഡ്ഡലി പാത്രമാണ്. ഇഡ്ഡലി പാത്രം വേണം, നല്ല കട്ടിയുള്ള ഇഡ്ഡലി മാവും വേണം. അപ്പോൾ നമുക്ക് ഈ കുൽഫി ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഈ സാധനത്തിൽ കുറച്ച് എണ്ണ ഒക്കെ പുരട്ടി കൊടുത്തതിന് ശേഷം അതിലേക്ക് നന്നായിട്ട് ഈ ഇഡ്ഡലി മാവിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചൂടായി കിടക്കുന്ന ഇഡ്ഡലി ചെമ്പിൻ്റെ മുകളിലെ തട്ടിലേക്ക് ഇതിനെ വെച്ച് കൊടുക്കാം. നമുക്ക് വലിയ പരിചയമൊന്നും ഇല്ലാത്ത കാരണം ഇതിൻ്റെ പുറത്ത് കൂടെ ഒക്കെ കുറേശ്ശെ ഒലിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ബാംഗ്ലൂരൊക്കെ ട്രെൻഡാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ നമ്മളങ്ങനെ ഓരോന്നായിട്ട് എല്ലാം ഒഴിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടപ്പോൾ ഒന്ന് ചൂടാക്കി ഇഡ്ഡലി മാവ് ഒന്ന് ഇറങ്ങിപ്പോയിട്ടാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക, ഒരു 10-15 മിനിറ്റ് വരും. അപ്പോൾ അടിപൊളിയായിട്ട് വെന്ത് വരും. അപ്പോൾ നമ്മൾ മൂടി വെച്ച് തുറക്കാൻ പോവാണ്. ആയിവാ, അടിപൊളി. കണ്ട ആവിയൊക്കെ വന്നിട്ട് ഇങ്ങനെ കുൽഫി ഐസ്ക്രീം പോലെ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഇഡ്ഡലി മാവ് ഇങ്ങനെ വെന്തിട്ട് പുറത്തേക്ക് വന്ന കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഓരോന്നിനായിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പരിപാടി എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഇനി കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചത് തണുത്തക്കണ്. ആ തണുത്തേക്ക് നമ്മുടെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പതുക്കണ്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുൽഫി ഇഡ്ഡലി റെഡിയായി. കണ്ടില്ലേ, നോക്കി നോക്കിട്ടോ, അടിപൊളി സ്റ്റൈലിൽ നമുക്കിതിനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി സിമ്പിൾ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത് നേരെ നമ്മൾ സാമ്പാറിലും ചട്നിയിലും ഒക്കെ മുക്കിയിട്ട് കഴിക്കുക. ട്രെൻഡാണ്. ബാംഗ്ലൂരൊക്കെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആസ്വദിച്ചിട്ട് അവർ കഴിക്കുക. അവിടെ ആർത്തിയോടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മൊയ്തീനും ടീമിനോട് നമുക്ക് ചോദിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടാ ഇഡ്ഡലി എന്നുള്ള ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോഴത്തേന് ഇതാ വന്ന് മറുപടി ഇങ്ങനെ, എങ്ങനെ ഇഡ്ഡലി? സംഭവം കൊള്ളാട്ടാ, അടിപൊളി ഐറ്റം. കയ്യുമലിട്ട് ആയില്ല എന്നാ ഇഡ്ഡലി തിന്നും ചെയ്യാം. കുൽഫി ഇഡ്ഡലി. അപ്പോൾ ചങ്ങായിമാരെ, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ പുതിയ ഉടായ്പുമായി അടുത്ത വീഡിയോയിൽ കാണാം.